ഹായ് ഹലോ ഇന്ന് നമ്മളൊരു വെണ്ടയ്ക്ക മസാലയാണ് വെക്കുന്നത്. അതിനുവേണ്ടി വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും വേണം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും കടലമാവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയിലെ ആ ഒരു പശപ്പശപ്പുള്ളത് മാറിക്കിട്ടും. കടലമാവ് ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ അത് നല്ല ഡാർക്ക് ഗ്രീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ചെറിയ ജീരകവും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു 1.5 മുറിയോളം സവാള എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിതൊരു ഗ്രേവി ആയിട്ടുള്ളൊരു മസാല വെക്കുന്നത് കൊണ്ട് കുറച്ച് ഉള്ളി ഏറെ വേണ്ടതാണ്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നത് അരിഞ്ഞിട്ടല്ല, ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ അതും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല ബ്രൗണായി വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാം. ഇനി 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഒഴിച്ച് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് വലിയ പുളിയുള്ളതല്ല, ഇച്ചിരി ആവശ്യത്തിന് പുളി, എന്നാൽ ഒത്തിരി പുളിയുള്ളതും അല്ലാത്തതുമായ ഒരു 1.5 തവി തൈരും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം തിളപ്പിച്ച് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതും കൂടെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ മിക്സ് ആക്കിയപ്പോൾ എനിക്ക് വെള്ളം ഇത്തിരി കുറവാന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വന്നതും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായി അടച്ച് വെച്ച് ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്തു. അതിനുശേഷം കുറച്ച് ഗരം മസാലയും ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി മൂടി വെച്ച് അതിനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെ നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.